എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള MBBS BDS കോഴ്സുകളിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷൻ വിദ്യാർത്ഥികൾക്ക് ഇന്ന് മുതൽ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ലോഗിൻ ചെയ്തുകൊണ്ട് ചെയ്യാവുന്നതാണ്. ഓൺലൈൻ ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്ത വിദ്യാർത്ഥികളെ മാത്രമേ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. അപ്പോൾ MBBS BDS കോഴ്സിലേക്കുള്ള നിലവിലുള്ള ഹയർ ഓപ്ഷനുകൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ട് എങ്കിൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് കൺഫർമേഷനെ തുടർന്ന് നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത ഓപ്ഷൻ റദ്ദ് ചെയ്യൽ എന്നിങ്ങനെയുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി 11:59 PM വരെ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒന്നാം ഘട്ട MBBS BDS കോഴ്സുകളിൽ, അതായത് ഒന്നാം ഘട്ടത്തിൽ ഈ ഒരു MBBS BDS കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടിയവരും അതുപോലെ ഓപ്ഷൻ നൽകിയിട്ടും അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളും രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഓപ്ഷൻ കൺഫർമേഷൻ നടത്താത്തവരുടെ MBBS BDS വിഭാഗങ്ങളിലുള്ള ഹയർ ഓപ്ഷൻ റദ്ദാക്കുമെന്നതിനാൽ ഭാവിയിൽ ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടുന്നതല്ല. എന്നാൽ രണ്ടാം ഘട്ട ഓൺലൈൻ അലോട്ട്മെൻറ്റിൽ കൺഫർമേഷൻ നടത്തിയില്ലെങ്കിലും ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റിലൂടെ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ, അതായത് MBBS BDS കോളേജുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ നിലനിൽക്കുന്നതായിരിക്കും. ആദ്യഘട്ട അലോട്ട്മെൻറ്റിലൂടെ ഏതെങ്കിലും മെഡിക്കൽ അല്ലെങ്കിൽ ദന്തൽ കോളേജിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് പ്രസ്തുത സീറ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ 18-ാം തീയതി വൈകുന്നേരം 5 മണിക്കുമ്പായിട്ട് TC വാങ്ങാവുന്നതാണ്. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കുന്നതല്ല എന്നതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. TC വാങ്ങിക്കാതെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അതുപോലെ തന്നെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വാളയാർ കോളേജിൽ ഈ ഒരു ഘട്ടത്തിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ സൗകര്യം ലഭ്യമാണ്. അപ്പോൾ ഈ ഒരു ഹൈക്കോടതിയിൽ നിന്നുള്ള ഇടക്കാല ഉത്തരവ് പ്രകാരമാണ് ആ ഒരു കോളേജിലേക്ക് അഡ്മിഷൻ നടത്തുന്നത്. ജനറൽ വിഭാഗത്തിലുള്ളവർക്ക് 7,05,805 രൂപയും അതുപോലെ തന്നെ 7,05,805 രൂപയും NRI വിഭാഗത്തിന് കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെ. എന്നാൽ കോർപ്പസ് ഫണ്ട് RS 50,000 ഈ ഒരു ഘട്ടത്തിൽ അടക്കേണ്ടതില്ല. അതായത് NRI സീറ്റിലേക്ക് ഏകദേശം 20,86,400 രൂപ ആണ് വാർഷിക, അതായത് ഈ ഒരു വർഷത്തേക്കുള്ള ഫീസ് ഇനത്തിൽ വരുന്നത്. അത് താൽക്കാലികമായിട്ടാണ് ആ ഒരു ഫീസ്, അതായത് ഏകദേശ ഫീസാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ കോളേജിലേക്കുള്ള അലോട്ട്മെൻറ്റ് അഡ്മിഷൻ ഹൈക്കോടതി ഇവിടെ അന്തിമ ഉത്തരവിനും സർക്കാർ ഉത്തരവുകൾക്കും അനുസരിച്ചിട്ടായിരിക്കും. അതുപോലെ 18-ാം തീയതി രാത്രി 11:59 PM വരെ ലഭിക്കുന്ന അതായത് ഓപ്ഷനുകളുടെ അടിസ്ഥാനത്തിൽ MBBS BDS കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റ് 19-ാം തീയതി പ്രസിദ്ധീകരിക്കും. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ രേഖപ്പെടുത്തിയുള്ള ഫീസ് അല്ലെങ്കിൽ ബാക്കി തുക ബാധകം ആണ് എങ്കിൽ ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമോ അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഹെഡ് പോസ്റ്റ് ഓഫീസ് മുഖാന്തരമോ അടച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോഴ്സ് അല്ലെങ്കിൽ കോളേജിൽ ഹാജരായി പ്രവേശനം എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 11-ാം തീയതി മുതൽ ആണ് ഈ ഒരു ഓപ്ഷൻ കൺഫർമേഷൻ ചെയ്യാനും അതുപോലെ ഹയർ ഓപ്ഷൻ, അതുപോലെ തന്നെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യൽ, ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യൽ എന്നിങ്ങനെയുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് 18-ാം തീയതി രാത്രി 11:59 വരെയാണ് ഈ ഒരു രീതിയിൽ ഇതിനുള്ള ഓപ്ഷൻ കൺഫർമേഷൻ, അത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഓപ്ഷൻ കൺഫർമേഷൻ നടത്താനായിട്ട് പറ്റുക. അതുപോലെ 19-ാം തീയതി താൽക്കാലിക അലോട്ട്മെൻറ്റും, അതായത് രണ്ടാം ഘട്ട താൽക്കാലിക അലോട്ട്മെൻറ്റും പിന്നീട് 20-ാം തീയതി മെയിൻ അലോട്ട്മെൻറ്റും പ്രസിദ്ധീകരിക്കും. 21 മുതൽ 26-ാം തീയതി വരെയാണ് വിദ്യാർത്ഥികൾക്ക് കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഫീസ് എന്ന് പറയുന്നത് 2024-25 അധ്യയന വർഷത്തെ ഫീസ് നിശ്ചയിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് സ്വാശ്രയ കോളേജിലാണ് MBBS അല്ലെങ്കിൽ BDS കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ 2023-24 വർഷത്തെ ഫീസാണ് താൽക്കാലികമായിട്ട് അടക്കേണ്ടത്. പിന്നീട് ആ ഒരു ഫീസുമായി ബന്ധപ്പെട്ട് അപ്ഡേറ്റ് വരുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് വരികയാണെങ്കിൽ അത് ാണ് ചെയ്യേണ്ടി വരിക. അതുപോലെ MBBS കോഴ്സിന് സ്വാശ്രയ മെഡിക്കൽ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കാണിച്ചിട്ടുള്ള തുക പ്രവേശന പരീക്ഷാ കമ്മീഷണർക്ക് അടച്ച ശേഷം അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. MBBS BDS കോഴ്സിലേക്ക് ഗവൺമെൻറ് മെഡിക്കൽ ദന്തൽ കോളേജുകളിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ മുഴുവൻ ഫീസ് തുകയും അടച്ച ശേഷം മുഴുവൻ ഫീസ് തുകയും ഈ ഒരു പ്രവേശന
പരീക്ഷാ കമ്മീഷണർക്ക് അടക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന SC ST OEC അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ OEC വിഭാഗത്തിലുള്ളവർ എന്നിങ്ങനെ ഫീസ് ആനുകൂല്യങ്ങൾക്ക് അർഹമുള്ള വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഈ ഒരു ശ്രീചിത്ര ഹോം, ജുവനൈൽ ഹോം, നിർഭയ ഹോം എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതില്ല. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികൾക്ക് ദന്തൽ മെഡിക്കൽ കോളേജുകളിൽ NRI അതുപോലെ തന്നെ മൈനോറിറ്റി സീറ്റിലാണ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതെങ്കിൽ ഈ ഒരു ടോക്കൺ ഫീ പേയ്മെൻറ്റ് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഫീസ് നിങ്ങൾ അടക്കേണ്ടതായിട്ട് വരും. ഫീസിനുള്ളതിന് അർഹതയുണ്ടായിരിക്കുന്നതല്ല. അതുപോലെ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പ്രവേശനം നേടുകയും പഠനം തുടരുകയും ചെയ്യും എന്ന് ഉറപ്പുള്ള കോളേജിലേക്കും കോഴ്സുകളിലേക്കും മാത്രം ഓപ്ഷനുകൾ നൽകാനായിട്ട് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടുള്ള അലോട്ട്മെൻറ്റ് പോവുകയും പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാതിരിക്കുകയും ചെയ്യും. NRI കോട്ട പ്രവേശനത്തിനായിട്ട് കാലാവധി കഴിഞ്ഞതോ കഴിയാറതോ ആയിട്ടുള്ള വിസ ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിച്ചിട്ടുള്ളവരിൽ സ്പോൺസറിൽ നിന്നുള്ള സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ സമർപ്പിക്കാവുന്നതാണ്. ഇത്തരം വിദ്യാർത്ഥികൾ ഈ ഒരു 3ാം ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ സമർപ്പണത്തിൻ്റെ അവസാന തീയതിക്ക് മുമ്പായിട്ട് കാലാവധിയുള്ള വിസ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത പക്ഷം NRI കാറ്റഗറിക്കും NRI കാറ്റഗറിയിലെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടുകയാണെങ്കിൽ ആ ഒരു അലോട്ട്മെൻറ്റും ഡിലീറ്റ് ചെയ്യും, അതായത് റദ്ദ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ 18ാം തീയതി വരെയാണ് ഈ ഒരു രീതിയിൽ ഓപ്ഷൻ കൺഫർമേഷനും അതുപോലെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ്, വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യൽ, അതുപോലെ തന്നെ എല്ലാ ഓപ്ഷൻ കൺഫേം ചെയ്യൽ എന്നിങ്ങനെയുള്ള അവസരം ഉണ്ടായിരിക്കുക. നിലവിൽ നിങ്ങൾക്ക് MBBS BDS കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ കൺഫർമേഷനാണ് വെബ്സൈറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.